സ്നേഹമുള്ളവരെ, ഭ്രാന്ത് പിടിച്ച മത ആശയങ്ങൾ തലയ്ക്ക് പിടിച്ചതിൻ്റെ ഫലമായി തീ പിടിച്ച മനസ്സുകളുമായി അയൽ രാജ്യങ്ങളിലേക്ക് അക്രമങ്ങൾ അഴിച്ചുവിടുന്ന കൂട്ടർ ഒരു ഭാഗത്ത്, ഇനിയും അതിൻ്റെ ഭീഷണി കൊണ്ടാണ് എന്നുള്ള ധാരണയിലും പ്രതിബദ്ധതയിലും അയൽവക്കക്കാരൻ്റെ അധികാര കസേരയിൽ എനിക്കാണ് സ്ഥാനം, അവിടെ ഞാനാണ് അവരോധിക്കപ്പെടേണ്ടത്, അവൻ്റെ പ്രകൃതിദത്തമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള വിഭവങ്ങളുടെ മുകളിൽ പോലും എനിക്കാണ് അധികാരം എന്ന് പറഞ്ഞ് അധികാര കസേര കൈയാളുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന കൂട്ടർ ഒരിടത്ത്. ഈ രണ്ട് കൂട്ടരും ചേർന്ന് നടത്തുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന യുദ്ധത്തിൻ്റെ ഭവിഷ്യത്തുകൾ അവർ മാത്രമല്ല പിന്നെയോ ആഗോളതലത്തിലുള്ള അടുക്കളകളിൽ പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. അധികാര കസേരയാണ് അവിടെ പ്രധാനപ്പെട്ടത്. കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ് പാർട്ടികളുടെ ഉള്ളിൽ നടക്കുന്ന അധികാര കസേരകളിയുടെ ചില ബഹിർസ്ഫുരണങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പാർട്ടിക്കാരെയും അണികളെയും മാത്രമല്ല സാധാരണ ജനങ്ങളെ കൂടെ ലജ്ജയിലാഴ്ത്തുന്നുണ്ട്. ഇങ്ങനെ അധികാരമാണ് പ്രധാനപ്പെട്ടത്, കസേരയാണ് പ്രധാനപ്പെട്ടത് എന്നുള്ള ഒരു ചിന്ത ലോകത്തെ ഭരിക്കുമ്പോൾ യേശു ഈ അധികാരത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മാനം നൽകുകയാണ്. ഈ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്കാണ് ഇന്നത്തെ സുവിശേഷം മാംസം ധരിച്ച് ഇറങ്ങി വരുന്നത്. മനുഷ്യപുത്രൻ വളരെയേറെ പീഡിപ്പിക്കപ്പെടുകയും അവൻ വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. യേശു ഇത് പറയുമ്പോൾ പത്രോസ് പറയും, നിനക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ. പത്രോസ് അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലം ഇതാണ്. യേശു ഗലീലയിലാണ് തൻ്റെ പരസ്യ ജീവിതം കൂടുതൽ കാലവും ചിലവഴിക്കുന്നത്. ഏതാണ്ട് 1.25 വർഷക്കാലത്ത് ഗലീലയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് അധികമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവന് കേസറിയ ഫിലിപ്പി പ്രദേശത്തേക്ക് ഈ ശിഷ്യന്മാരുമായിട്ട് ചെല്ലുന്നുണ്ട്. അവിടെ താൻ ആരാണെന്നും തൻ്റെ സഭ എന്താണെന്നും തൻ്റെ പ്രവർത്തനം എന്താണ് എന്നും അവരെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം തിരികെ ഗലീലയിലേക്ക് വരുന്നു. ഗലീലയിൽ വെച്ച് ഈശോ പറയും, ഇതാ നമ്മളിനി ജെറൂസലേമിലേക്ക് പോവുകയാണ്. സാധാരണ പോകുന്നത് പോലെയല്ല, തിരിച്ചു വരവില്ലാത്ത ഒരു പോക്കാണത്. അവിടെ ചെല്ലുമ്പോൾ അവൻ പീഡിപ്പിക്കപ്പെടുകയും അവന് കൊല ചെയ്യപ്പെടുകയും എന്നാൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പത്രോസിനാകട്ടെ ഈ വാക്കുകൾ ദഹിച്ചില്ല. അതിന് കാരണം യേശുവിൻ്റെ കൂടെ ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരും യേശുവിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നവരാണ്. യേശു ഇതാ റോമാ സാമ്രാജ്യത്തിലേക്ക് ചെന്ന് അവരുടെ അധികാര കേന്ദ്രത്തിലേക്ക് ചെന്ന് അവിടെ അവരെ സ്ഥാനഭ്രഷ്ടനാക്കി അവൻ ശീലിച്ചിട്ടുള്ളതും അവൻ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള അല്ലെങ്കിൽ അവൻ തന്നെ സ്വപ്നം കണ്ടിട്ടുള്ളതായിട്ടുള്ള രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. ഈ ഒരു ധാരണ വെച്ച് പുലർത്തിയ പത്രോസിന് യേശു കൊല ചെയ്യപ്പെടുമെന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. ഈ കൂടെയുള്ള ആളുകൾ അവരെന്തിലാണ് പ്രതീക്ഷ വച്ചിരിക്കുന്നത്? യേശു എന്നുള്ള ഒരു വ്യക്തിയിൽ മാത്രമാണ്. ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് പോലെയാണ് അവരിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ ആയുധമില്ല, പക്ഷെ അവൻ്റെ കൂടെയുള്ളവൻ ആകാശത്ത് നിന്ന് ആയുധങ്ങളെ ക്ഷണിച്ചു വരുത്താൻ പ്രാപ്തിയുള്ളവരാണ്. അവരുടെ കയ്യിൽ ഭക്ഷണമില്ല, പക്ഷേ അവൻ ആകാശത്ത് നിന്ന് ഒറ്റ വാക്കിൽ തന്നെ ഭക്ഷണം കൊണ്ടുവരാൻ കഴിവും പ്രാപ്തിയുമുള്ളവനാണ്. അവരത് കണ്ടിട്ടുണ്ട്. അവർക്കാർക്കും മരണഭയമില്ല. ഒറ്റ വാക്കിൽ അവൻ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൈന്യമേ വിജയിക്കൂ എന്നുള്ളൊരു ചിന്തയിൽ കൂടെ കൂടുന്ന ധാരാളം ആളുകളുടെ പ്രതിനിധിയായിട്ടാണ് പത്രോസ് പറയുന്നത്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അവിടെ ഈശോ പറയും, പത്രോസേ, നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. സാത്താനെ നീ ദൂരെ പോവുക. എന്തുകൊണ്ട് സാത്താനെ എന്ന് വിളിച്ചു? സാത്താൻ പ്രലോഭനമാണ്, പ്രലോഭകനാണ്. ആദിമ പർദീസായിൽ മുതൽ സാത്താൻ പ്രലോഭിപ്പിക്കുന്നവനാണ്. എന്താണ് അവൻ്റെ പ്രലോഭനം? ദൈവത്തെ പോലെ ആകണ്ടേ നിനക്കും. അതായിരുന്നു ദൈവം ചിന്തിക്കുന്നത് പോലെ, ദൈവം പ്രവർത്തിക്കുന്നത് പോലെ, ദൈവം അധികാരം കൈയാളുന്നത് പോലെ, ദൈവത്തിന് മരണമില്ലാത്തതുപോലെ നിനക്ക് മനുഷ്യരനായി തീരണ്ടേ. അവിടെയാണ് അവൻ വേണത്. യേശുവിൻ്റെ മുൻപിലും സാത്താൻ വരുന്നത് ഇതേ പ്രലോഭനവുമായിട്ട് തന്നെയാണ്. നീ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, മാലാഖമാർ നിന്നെ താങ്ങിക്കൊള്ളും. നീ അങ്ങനെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ട് അവതരിക്കുക, ആളുകൾ നിനക്ക് ചുറ്റും കൂട്ടാം. അങ്ങനെ നീ കഷ്ടപ്പാടുകളൊന്നും കൂടാതെ എന്തിനു വേണ്ടിയിട്ടാണോ നീ വന്നിരിക്കുന്നത് അത് നിനക്ക് ചെയ്യാൻ പറ്റും.
ഇവിടെയാണ് ഈശോ പറയുന്നത്, ഇതാണ് മാനുഷികമായിട്ടുള്ള ചിന്ത. നമുക്ക് വേണ്ടത് ദൈവികമായിട്ടുള്ള ചിന്തയാണ്. നമ്മുടെ വിജയങ്ങളെ പറ്റിയിട്ടുള്ള ചിന്ത ദൈവികമായിരിക്കണം അത്രേ. പ്രലോഭനം, സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട്, എന്ത്, നിനക്ക് കഷ്ടപ്പാടില്ലാതെ ജീവിക്കണ്ടേ, നിനക്ക് സഹനങ്ങളില്ലാത്ത ഒരവസ്ഥ വേണ്ടേ, അതായത് പഠിക്കാതെ നിനക്ക് ജയിക്കണ്ടേ, അധ്വാനിക്കാതെ നിനക്ക് പണക്കാരനാകണ്ടേ, കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്നും കൊടുക്കാതെ നിനക്ക് കുടുംബത്തിൻ്റെ നാഥനോ നാഥയായിട്ട് തീരണ്ടേ, നിന്റെ ചുറ്റും എല്ലാവരും സ്നേഹത്തോടെ കൂടി നിന്ന് നിന്നെ പ്രശംസിക്കണ്ടേ, നീ ഒന്നും ചെയ്യാൻ നിനക്ക് തയ്യാറല്ല, നീ സഹനങ്ങൾ ഏറ്റെടുക്കാതെ നിനക്ക് കിരീടം വേണ്ടേ എന്നുള്ളതാണ്. സഹനങ്ങളില്ലാതെ കിരീടം വെക്കാനായിട്ടുള്ള പ്രലോഭനമാണ് മറ്റുള്ളവർ സഹിക്കട്ടെ, മറ്റുള്ളവർ നിനക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കട്ടെ എന്നുള്ളൊരു ചിന്ത. എന്നെല്ലാവരും സ്നേഹിക്കണം, എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ യേശു പറയും, സഹനങ്ങളുണ്ട്, നീ സഹിക്കണം. ഈ ലോകത്തിലേക്ക് നോക്കിയാൽ തന്നെ സഹനങ്ങളില്ലാതെ ഇവിടെ എന്തെങ്കിലും ഉണ്ടായി വന്നിട്ടുണ്ടോ? നമ്മളിന്ന് കാണുന്ന ആത്മീകവും ഭൗതികവുമായിട്ടുള്ള മുഴുവൻ പുരോഗതിയും ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ മനുഷ്യർ ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത പ്രയത്നങ്ങളുടെയും നടത്തിയ സഹനങ്ങളുടെയും ത്യജിച്ച ജീവനുകളുടെയും ഫലമായിട്ടാണ്. ഓരോരോ കണ്ടുപിടുത്തങ്ങൾ, ഓരോരോ സാഹസിക പ്രവർത്തനങ്ങളൊക്കെയാണ് മനുഷ്യനെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഹൈറേഞ്ചിലെയും മലബാറിലൊക്കെ നമ്മളിന്ന് കാണുന്ന പുരോഗതി ഒരുപക്ഷെ ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു 70-80 വർഷങ്ങൾക്ക് മുൻപേ ഒന്നുമില്ലാതെ കയറി വന്ന ആളുകളുടെ ദൈവവിശ്വാസവും ആ ദൈവവിശ്വാസം കൈമുതലായിട്ട് അവർ നടത്തിയ അധ്വാനങ്ങളുടെയും ഫലമാണ്. നമ്മുടെ നാട് മുഴുവനും അങ്ങനെ തന്നെ പുരോഗമിച്ചിട്ടുള്ളതാണ്. ലോകം മുഴുവനും അങ്ങനെ തന്നെയാണ് പുരോഗമിച്ച് വന്നിട്ടുള്ളത് ചിലരുടെ സഹനങ്ങൾ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, സഹനങ്ങളുണ്ട്, കിരീടമുണ്ടാകണമെങ്കിൽ, ഉയർത്തെഴുന്നേൽപ്പുണ്ടാകണമെങ്കിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടായേ തീരൂ. അതുകൊണ്ട് തന്നെയും സഹനങ്ങളുടെ നേരെ യേശു എന്താണ് കാഴ്ചപ്പാട് നടത്തിയത് എന്നുള്ളത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. സഹനങ്ങളുടെ നേരെയുള്ള നമ്മുടെ ചിന്ത ഇതായിരിക്കണം. ഒന്നാമതായിട്ട്, ദൈവം എനിക്ക് തന്നതാണ് ഈ സഹനങ്ങളൊക്കെയും. ദൈവം തരുന്ന സഹനങ്ങൾ നന്മയ്ക്കായിട്ടുള്ള സഹനങ്ങളാണ്, രക്ഷാകരമായിട്ടുള്ള സഹനങ്ങളാണ്. ഇത് ഞാൻ ഏറ്റെടുത്തേ തീരുകയുള്ളൂ. ഇത് ആരെങ്കിലുമൊക്കെ തന്നതല്ല, ദൈവം എനിക്ക് തന്നതാണ്. ആര് വഴിയായിട്ടാണെങ്കിലും മാറ്റാൻ വയ്യാത്ത സഹനങ്ങളൊക്കെ ദൈവം എനിക്ക് തന്നതാണ് എന്നും ഇതുവഴിയായിട്ട് രക്ഷയുണ്ടാകുമെന്നും ഇതുവഴിയായിട്ട് നന്മയുണ്ടാകുമെന്നും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗമാണ് ഈ സഹനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതായിരിക്കണം സഹനങ്ങളുടെ നേരെയുള്ള ഒന്നാമത്തെ നമ്മുടെ ചിന്ത. അതായിരിക്കണം. രണ്ടാമത്തെ ചിന്തയാകട്ടെ, യേശുവിനെ പോലെ ഞാനായിട്ട് ആർക്കും ഒരു സഹനവും അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കില്ല. ഞാൻ മൂലം ഒരു കുരിശും ആർക്കും ഉണ്ടാകില്ല. ഞാൻ ആരുടെയും കുരിശുണ്ടാക്കുന്നവനായിട്ട് മാറില്ല എന്നുള്ളത് എൻ്റെ ഒരു വാക്ക് കൊണ്ടോ ഒരു ചിന്ത കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഈ ലോകത്തിൽ ആരും വേദനിക്കാൻ ഇടവരില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയമായിരിക്കണം സഹനങ്ങളെ പറ്റിയുള്ള നമ്മുടെ രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്തെ ചിന്തയാവട്ടെ, മനുഷ്യർക്കുണ്ടാകാവുന്ന സഹനങ്ങൾ എടുത്തു മാറ്റുന്നതിൽ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ പരിശ്രമിക്കുമെന്നുള്ളത്. അത് ലോകത്തിൻ്റെ പട്ടിണി അകറ്റാനാണോ എങ്കിലും, ലോകത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ വീശുന്നതാണെങ്കിലും, മറ്റുള്ളവരുടെ മനസ്സിൽ സമാധാനത്തിൻ്റെ ഒരു പ്രകാശം അങ്കുരിപ്പിക്കുന്നതിനാണെങ്കിലും, ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതിനാണെങ്കിലും, കൈ അയച്ചൊന്ന് സഹായിക്കുന്നതിനാണെങ്കിലും, ഒരു പുഞ്ചിരി കൊണ്ടാണെങ്കിലും, ഒരു നോട്ടം കൊണ്ടാണെങ്കിലും, ഒരു അധ്വാനം കൊണ്ടാണെങ്കിലും, മറ്റുള്ളവരുടെ സഹനങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കും എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു സഹനത്തെ പറ്റിയിട്ടുള്ള ഒരു ചിന്ത. അതായിരിക്കണം. മാത്രവുമല്ല, മൂന്നാമത്തെ ചിന്തയാകട്ടെ, എൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ടോ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർ സഹനം ഏറ്റെടുക്കണമെന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് ഒരു മാറ്റം വരുത്തുമെന്നുള്ളതായിരിക്കണം നമ്മുടെ സഹനത്തെ പറ്റിയിട്ടുള്ള ചിന്ത. ഇവിടെയാണ് സഹനം ദൈവികമായിട്ട് മാറുന്നത്. മറ്റുള്ളവർ സഹിക്കണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. സഹനം ദൈവം തരുന്നതാണ് എങ്കിൽ പോലും അതിന് ദൈവം കൊടുക്കുന്ന സഹനങ്ങൾ മാത്രം അവർ ഏറ്റെടുത്താൽ പോരെ. രോഗങ്ങൾ സഹിക്കുമ്പോൾ, കുടുംബ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, നമുക്ക് തന്നെ ചില നഷ്ടങ്ങളുണ്ടാകുമ്പോൾ, ചില തരത്തിലുള്ള ഇച്ഛാഭംഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒക്കെ നിരാശയിലും നമ്മുടെ
മനസ്സിനെ മഥിക്കുന്നതായിട്ടുള്ള ചില ചിന്തകളിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം തരാതെ ഒരു സഹനവും എനിക്കുണ്ടാകില്ല എന്ന് തന്നെയാണ്. ഈ സഹനം രക്ഷാകരമാണ് എന്ന് തന്നെയാണ്. ലോകത്തിൽ കാണുന്ന അധികാര കസേരകൾക്ക് വേണ്ടിയിട്ടുള്ള വടംവലികളൊക്കെ എന്തുമാത്രം ആളുകളുടെ മുകളിലാണ് വലിയ സഹനങ്ങൾ വെച്ച് കിട്ടുന്നത്. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഈ ദിവസം നമുക്ക് ചിന്തിക്കാം, എൻ്റെ സഹനങ്ങളെ ഞാൻ എങ്ങനെ ഏറ്റെടുക്കുന്നു, മറ്റുള്ളവരുടെ സഹനങ്ങളെ ലഘൂകരിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും സഹനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ? ഈ നോമ്പുകാലത്ത് ഈ ചിന്തകൾ നമ്മുടെ വഴിയെ നിയന്ത്രിക്കട്ടെ. നമ്മുടെ ജീവിത വഴി കൂടുതൽ പ്രത്യാശയിൽ പ്രതീക്ഷയുള്ളതായിട്ട് തീരട്ടെ, പ്രത്യാശയിൽ വെളിച്ചമുള്ളതായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.